ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. ദൈവത്തിന്റെ വലിയ കരുണ അവന്റെ മകളെ. നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നെങ്കിൽ പോലും അത് ദൈവത്തിന്റെ കരുണയല്ലേ. ഞങ്ങളിന്ന് ആരോഗ്യത്തോടെ ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തെ ഒരു മകളിപ്പം പ്രാർത്ഥിച്ചിട്ട് ബാക്ടീരിയ ബാധിക്കും. വൈറസ് വന്ന പെട്ടെന്ന് ബാക്ടീരിയ ആണെങ്കിൽ അവിടെ കിടക്കും, ചിലപ്പോൾ ആളെയും കൊണ്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. പിന്നെ നമ്മുടെ ദേഹത്ത് ബാക്ടീരിയ കയറത്തില്ലേ, നമ്മുടെ ദേഹത്ത് തന്നെ വൈറസ് കയറത്തില്ലേ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലും ദൈവത്തിൻ്റെ ഒരു കാരുണ്യത്തിലും ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിലും ദൈവത്തിൻ്റെ ഒരു പരിപാലനയില ദൈവമക്കൾ ജീവിക്കുന്നത്. ഒച്ചത്തിൽ വിളിക്കുക ഹല്ലേലൂയ. ദൈവം തരുന്ന പ്രത്യേക സംരക്ഷണമുണ്ട് മക്കളെ. ദൈവത്തിന് പ്രൊട്ടക്ഷനുണ്ട്, ദൈവത്തിന് കരുണയുണ്ട് ദൈവമക്കളുടെ മേലെ. ഹല്ലേലൂയ. ചിന്തിക്കാൻ പറ്റും, ഒരു കുഞ്ഞ് കിടന്ന് ഉറങ്ങുമ്പോൾ അമ്മ പുതപ്പ് മൂടി കമ്പിളി മൂടി അല്ലെ കൊച്ചിനെ കിടത്തി ഉറക്കുന്ന പോലെ കുഞ്ഞുങ്ങൾ വെട്ടുന്നില്ല. നേരത്തെ കണ്ടു 3-4 കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു പൊടികൾ, 1 മാസം പോലും ആകാത്ത കൊച്ചുങ്ങളെ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അമ്മമാർ ഇവിടെ പൊതിഞ്ഞ് കെട്ടി. Can you imagine? കർത്താവ്, you are wrapped by God. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കൈക്കുഞ്ഞാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ? നിന്റെ ഒരു സന്തോഷമില്ലാത്ത മനുഷ്യന്മാരെല്ലാം കൂടി ഈ വൈകുന്നേരം വന്നിരുന്ന് ഒന്ന് ഹല്ലേലൂയ വിളിക്കും മക്കളെ. കൈയും കെട്ടിരുന്ന നല്ല സന്തോഷത്തോടെ വലുത് 2 കരം ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ വിളിച്ച് I'm a child wrapped in the hands of God. നിന്റെ വയസ്സ് 1. യേശുകാരനല്ല. ഒരക്ഷരം പറയാൻ അറിയാത്ത അമ്മയുടെ മുഖത്തേക്ക് നോക്കി ചിരിക്കാൻ മാത്രം അറിയുന്ന ഒരു കുഞ്ഞ് എന്നൊന്ന് ധ്യാനിച്ചിട്ട് ഹല്ലേലൂയ വിളിച്ച് അത് കൊള്ളാം. അത് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബി സിമ്പിൾ ആൻഡ് ബി ഹംബിൾ. നിനക്ക് ഗ്രേറ്റ്നെസ് വേണമെങ്കിൽ, നിനക്ക് കൃപ വേണമെങ്കിൽ ബി ലിറ്റിൽ, ബി ദ ലിറ്റിൽ വൺ. നിങ്ങളെ വലിയവനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും കാൽക്കിൽ നിന്ന് കാല് കഴിക്കണം. ഈശോ പഠിപ്പിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നം ഇതാ, നമുക്ക് ചെറുതാകാൻ മത്സരിക്കാം. എല്ലാവരും വലുതാകാൻ മത്സരിക്കാം, നമുക്ക് ചെറുതാകാനൊന്ന് മത്സരിച്ചാലോ? ഹല്ലേലൂയ. ചെറുതാകുന്നതിന്റെ പേരാണ് തിരുവോസ്തിയാകൽ. ഹല്ലേലൂയ. വലുതാകലിന്റെ പേരാണ് വലിയ മലമ്പ്രദേശം. ഞങ്ങളുടെ നാട് കഴിഞ്ഞ് അങ്ങോട്ട് മലയാണ്. പെരുമല കൊണ്ട് ഒരു ഗുണവുമില്ല മക്കളെ. പക്ഷെ ഒരു ചെറു തിരുവോസ്തി കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും മാനസാന്തരങ്ങളും ദൈവത്തിന്റെ ശക്തിയും പ്രകടമാകും. ഹല്ലേലൂയ. ഒരു തിരുവോസ്തിയാവാൻ നോക്കി ചിലപ്പോൾ കണ്ടിട്ടില്ലേ, കാറ്റടിക്കുമ്പോൾ പറന്നു പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ദൈവമില്ലേ മക്കളെ? ഹല്ലേലൂയ. അതുപോലെ ഒരു ആനന്ദത്തിന്റെ രഹസ്യമായത് ബി സിമ്പിൾ, ഫൈൻഡ് എ ലിറ്റിൽ വേ. കർത്താവ് ഇടുങ്ങിയ വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ പ്രവർത്തിക്കട്ടെന്ന്. ഒരു വലിയ ആനന്ദമാകാൻ, ഒരു വലിയ അഭിഷേകമാകാനൊക്കെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. You are not called to be a sad person. ദുഃഖിച്ചിരിക്കുന്ന ഒരു മനുഷ്യനല്ല, പരാതി പറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യനല്ല, പരിദേവനങ്ങൾ മാത്രമുള്ള ഒരു വ്യക്തിയല്ല നീ. ഹല്ലേലൂയ. നീ ഒരു സ്തുതിപ്പായിട്ട് മാറണം, നീ ഒരു ആരാധനയായിട്ട് മാറണം, നീ ഒരു കീർത്തനമായി മാറണം, നീ ഒരു സംഗീതമായി മാറണം, നീ ഒരു സങ്കീർത്തനമായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊക്കെ ഒരു കടലാസ് എഴുതെടുത്ത് വെച്ച് നിങ്ങളുടെ സങ്കീർത്തനം കൊണ്ട് എഴുതി തുടങ്ങണം. നിങ്ങളുടെ ജീവിതത്തിന്റെ സ്തുതിപ്പ് ഒരു പ്രാർത്ഥനയായി, ഒരു ആരാധനയായി, ഒരു സ്തുതിപ്പായി മക്കൾ എഴുതണം. ഹല്ലേലൂയ. വല്ലവരും നോക്കിയിട്ടല്ല, നമ്മുടെ ആത്മാവിലേക്ക് നോക്കി, എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, എൻ്റെ ജീവിത അനുഭവത്തിലേക്ക് നോക്കി ഒരു പാട്ട് എഴുതാൻ പറ്റുമോ? എന്നിട്ട് പതുക്കെ മൂളിപ്പാടി നോക്ക്.
ഒരുപക്ഷെ ലോകത്ത് ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു സംഗീതമായിട്ട് നിന്റെ ജീവിതത്തെ കർത്താവ് മാറ്റുന്നു കാണാൻ പറ്റും. ഹല്ലേലൂയ. ചതി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെ പ്രാർത്ഥിക്കുക ഒത്തിരി ദൈവത്തിന്റെ സംഗീതമായി മാറാൻ, ദൈവത്തിന്റെ പ്രാർത്ഥനയായി മാറാൻ, ദൈവത്തിന്റെ കുഞ്ഞോസ്തയായി മാറാൻ. ഹല്ലേലൂയ. അതിലും വലിയ ഭാഗ്യമൊന്നുമില്ലെന്ന്, അതിലും വലിയ ഭാഗ്യമൊന്നുമില്ല. നമുക്ക് വചനത്തിലേക്ക് വരാം. യെശയ്യായുടെ വചനമാണ് നമ്മൾ വായിച്ചിരാം. 9-ാം വാക്യം, കർത്താവിന്റെ ഭുജമേ ഉണരൂ, മൈറ്റി ഹാൻഡ് ഓഫ് ഗോഡ് റൈസ് അപ്പ്. തോറ്റു നിൽക്കുന്നവൻ, വിപ്രവാസത്തിൽ പോകുന്നവൻ, വിപ്രവാസത്തിൽ പോയവൻ, അവന്റെ പ്രാർത്ഥനയാണ് കർത്താവേ നീ കരമുയർത്തണമേ. ദൈവത്തിന്റെ കരമെന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. തോറ്റു നിൽക്കുന്നവനെ ഉയർത്തുന്നവൻ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വീണു പോയവനെ ഉയർത്താൻ കഴിവുള്ളവൻ പരിശുദ്ധാത്മാവ്. തകർന്നു പോയ ജീവിതങ്ങളെ പണിതുയർത്താൻ കഴിവുള്ളത് പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. Come with a new strength. Empower yourself. നീ തന്നെ ശാക്തീകരിക്കപ്പെടുക. ദൈവമേ നീ എന്നിൽ ശക്തിയായി, നീ എന്നിൽ കൊടുങ്കാറ്റായി, നീ എന്നിൽ ഭൂകമ്പമായി, നീ എന്നെ ആളിക്കത്തുന്ന തീയായി. പഴയ നിയമത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു കൊടുങ്കാറ്റായിട്ട്. That makes a difference in your life. കുരിശ് വരച്ച് ഒന്നും അറിയാതെ പോകുന്നതിൻ്റെ പേര് ആരാധന ഒന്നുമല്ല മക്കളെ. ഒരു ശുശ്രൂഷ കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ, ഒരു പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ വചനം കേട്ട് കഴിയുമ്പോൾ ഒരു ടെമ്പസ്റ്റ്, ഒരു കൊടുങ്കാറ്റായിട്ട്, ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒരു കൊടുങ്കാറ്റായിട്ട്, ഒരു ഭൂകമ്പം. വർഷങ്ങൾക്ക് മുമ്പ് പഠിക്കുന്ന കാലത്ത് കേട്ട് ലത്തൂരിൽ വലിയ ഭൂകമ്പം, 10,000 മരിച്ചു. എത്രയാ അറിയില്ല, ഓർമ്മയില്ല. It changes the whole city, the whole life. നിന്റെ ജീവിതത്തിലെ ദൈവാനുഭവം ഒരു ഭൂകമ്പം പോലെ, അല്ലെങ്കിൽ ആളിക്കത്തുന്ന, വെട്ടി വിഴുങ്ങി കത്തിപ്പടരുന്ന തീയ. കാലിഫോർണിയയില് ഏറ്റവും വലിയ സമ്പന്ന രാജ്യം, ഫസ്റ്റ് വേൾഡ് അല്ലേ, ഫസ്റ്റ് 1ാം രാജ്യം. പക്ഷെ എല്ലാ വർഷവും കാലിഫോർണിയ പ്രദേശത്ത് മൈലുകൾ കത്തിത്തീരാറുണ്ട്. അമേരിക്കക്കാരൻ്റെ വിമാനമൊന്നും ആ തീ കെടുത്താൻ പോന്നിട്ടില്ല. ആഴ്ചകളിൽ നിന്ന് തീ കത്തുന്നൊരു പരിപാടിയുണ്ട് അവിടെ എല്ലാ കൊല്ലവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിലേക്ക് ആളിപ്പടരുന്ന അഗ്നിയായി നീ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ. ആ അഗ്നി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ഭുജമേ ഉണരുക, ഉണർന്ന് ശക്തി ധരിക്കുക. മുൻകാല തലമുറകളെ, പൂർവകാലങ്ങളിലെ പോലെ ഉണരുവിൻ. ഹല്ലേലൂയ. വിളിച്ചുണർത്തുക. ദൈവത്തിന്റെ ആത്മാവ് ഉണർന്നു കഴിയുമ്പോൾ പൗരോഹിത്യം ഉണരും. ദൈവത്തിന്റെ ആത്മാവ് ഉണർന്നു കഴിയുമ്പോൾ സന്യാസം ഉണരും. ദൈവത്തിന്റെ ആത്മാവ് ഉണർന്നു കഴിയുമ്പോൾ കുടുംബങ്ങൾ ഉണരും. ഇവിടെ മദർ തെരേസ സിസ്റ്റേഴ്സ് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോവുക. കോട്ടയത്തിന്റെ സുരക്ഷിതത്വം അവർക്ക് വേണ്ട. വലിച്ചു കീറപ്പെടുന്ന, കൊന്നു കീറാവുന്ന ദേശത്തേക്ക് പോവുക അവര്. ഹല്ലേലൂയ. 50 വർഷമായിട്ട് മദർ തെരേസ വന്ന് സ്ഥാപിച്ചതാണ് ഗവൺമെന്റ്. കയ്യും കാലം പിടിച്ച് ഞാൻ നോക്കി, ഒന്ന് നിർത്താനായിട്ട് നടന്നില്ല. അവർ വാങ്ങിച്ചു, അച്ഛൻ തന്നെ പറ, ഒരു രാജ്യത്ത് ഒരു മടവില്ലാത്ത രാജ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അവിടെയാണോ വേണ്ടത്, ഇവിടെയാണോ വേണ്ടത്? പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല. ഹല്ലേലൂയ. അവരൊക്കെ പോകുന്ന സുഖിക്കാനാണ് നിങ്ങൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നമ്മുടെ സിസ്റ്റർമാര് മിക്കവാറും വെടികിട്ടും, വെടിവെക്കും. They will shoot down ചെയ്യും. ജീവിതം വെല്ലുവിളിയാണ് മക്കളെ. മലമ്പനി, പലവിധ പകർച്ചവ്യാധികൾ, മാറാവ്യാധികൾ പടരുന്ന ദേശത്ത് ക്രിസ്തുസിനൊക്കെ ഞാൻ വെല്ലുവിളിക്കുക കേട്ടോ. മരിച്ചു വീഴുന്നതിന് മുമ്പ് ഒരു മാസമെങ്കിലും എവിടെയെങ്കിലും സുവിശേഷമായിട്ട് പോകാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പറ്റണം. ഈ പറയുന്ന ഞാനും പോകണം. ഈ ആൾക്കാരിൽ നിന്ന് പ്രസംഗിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ആൾക്കാരെ വിട്ട് ബുദ്ധിമുട്ടുള്ള വഴികളിലൂടെ നടന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് നഷ്ടം, എനിക്ക് ശാപം. ഹല്ലേലൂയ. വെല്ലുവിളിച്ചാ പറയണേ.
സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ജീവിതത്തിന് ആനന്ദം കിട്ടത്തില്ല മക്കളെ. സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ ജീവിതത്തിന് ആനന്ദം കിട്ടത്തില്ല. നീ എന്നാക്കെ ചെയ്താലും നീ എന്നാക്കെ നേടിയാലും unless you preach the gospel. ഇങ്ങനെ പറയാൻ എന്ത് സന്തോഷം എന്ന് നമുക്കറിയോ? രാവിലെ മുതൽ കാണിക്കൂ ഇവിടുന്നുണ്ട് ഒരാനന്ദമാണ് മക്കളെ, ഒരാനന്ദം, ഒരു സന്തോഷം. വേറെ എന്ത് ചെയ്താലും കിട്ടാത്തൊരു ആനന്ദമാണ്. ദൈവത്തിന്റെ വചനം പ്രഘോഷിച്ചാൽ കിട്ടുന്ന ഒരു ആനന്ദം നിങ്ങൾക്ക് കിട്ടണം. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കൽ പ്രസംഗിച്ചു തുടങ്ങിയ പിന്നെ നിങ്ങൾ ആ പ്രസംഗം നിർത്തത്തുമില്ല. ഇപ്പൊ ഞങ്ങൾ പ്രസംഗിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം that will take you to some different places. വചനം കേൾക്കാം. നോക്കിക്കേ, റാഹാബിനെ വെട്ടി നോക്കിയതും മഹാസർപ്പത്തെ കുത്തിപ്പിളർന്നതും പാപത്തിന്റെ രണ്ട് പ്രതിരൂപങ്ങൾ, റാഹാബും ബാബിലോണും. ബാബിലോണെന്ന് എഴുതിയിട്ടില്ലല്ലേ? മഹാസർപ്പം അത് ബാബിലോണാണ്. പാപത്തിന്റെ ദേശത്തെ തകർത്ത് നീയല്ലേ കർത്താവേ? പറയുക, എന്റെ ജീവിതത്തിലെ പാപത്തിന്റെ ആധിപത്യങ്ങളെ നീ കുത്തിപ്പിളര. ദൈവവചനം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ കിട്ടുന്നതിലെ പണികളായി പറയണേ. വെട്ടി നോക്കും, കുത്തിപ്പിളക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വിശുദ്ധി കൈമോശം വരുന്നൊരു കാലഘട്ടത്തില് ഇന്ന് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ കൊണ്ട് എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ വിശുദ്ധിക്ക് വിലയില്ലാതാകുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുക മക്കളെ. റാഹാബിനെ വെട്ടിനുറുക്കുകയും മഹാസർപ്പത്തെ കുത്തിപ്പിളരുകയും ചെയ്ത കർത്താവ് അനുവദിക്കുക. കർത്താവിനെ, എന്നിലുള്ള റാഹാബിനെ, എന്നിലുള്ള മഹാസർപ്പത്തെ കുത്തിപ്പിളക്കുക കർത്താവേ. ധൈര്യം പോരാ, ഉച്ചത്തിൽ വിളിക്കുക. അത്യഗാധത്തിലെ ജലത്തെ വറ്റിച്ചത് അങ്ങല്ലേ? ചോദിക്കുക, നീ അല്ലേ കർത്താവേ അന്ന് അച്ചങ്കളിനെ വറ്റിച്ച് നീ അല്ലായിരുന്നു? മോചിതർക്ക് കടന്നു പോകാൻ സമുദ്രത്തിന്റെ ആഴത്തിൽ പാതയൊരുക്കിയത് നീയല്ലേ? ഇതാ രണ്ടായിട്ട് വിളരുക, നടുക്കൂടെ ഒരു ഹൈവേ പണിയുക ദൈവം. ഒരു വഴിയില്ലല്ലോ ഇതിനകത്തുനിന്ന് കടക്കാനായിട്ടൊന്ന് ചിന്തിക്കുമ്പോൾ. ഇന്നത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു. ഇടയ്ക്കൊരു വാക്യം വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കില്ല. ഓ, എന്തൊരു വചനമായി പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. കർത്താവെന്ന പ്രകാശത്തിന്റെ പിന്നാലെയാ നീ നടക്കുന്നതെങ്കിൽ കുഞ്ഞ്, നിന്റെ ജീവിതമെന്ന് പ്രകാശിച്ചു നിൽക്കും. നിന്റെ പാദങ്ങൾക്ക് വിളങ്ങും, വഴികളിൽ പ്രകാശവുമായി കർത്താവ് മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുക. ഇരുട്ടില്ല, സങ്കടമില്ല, കർത്താവിന്റെ പാദാന്തികത്തിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വാക്യം കേട്ട്, കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ ഒരു മൂളിപ്പാട്ടുണ്ടാവും മക്കളെ. ഹല്ലേലൂയ. ഒരു മൂളിപ്പാട്ടൊക്കെ ആനന്ദത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഒരു പാട്ട് വരുന്നത് എപ്പോഴാണ് മക്കളെ? സന്തോഷകരമായൊരു സമയത്താണ്. ദൈവം നിന്റെ ആനന്ദമാകുമ്പോ നീ സങ്കീർത്തനങ്ങൾ മൂളിക്കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ജീവിതത്തിന് പുതിയ വികർ വേണ്ടേ? ജീവിതത്തിന് പുതിയ എനർജി വേണ്ടേ? ഹല്ലേലൂയ. തോറ്റുപോയവരല്ല മക്കളെ, വിശ്വാസി സമം വിജയിച്ചവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വീണ്ടെടുത്തവർ സിയോനിലേക്ക് ഗാനാലാപത്തോടെ തിരിച്ചു വരും. നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും. എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമാണ് അവരുടെ മുഖപ്രസാദം. വലുതാ അവരുടെ മുഖത്തിനൊരു വലിയ പ്രകാശമാ. അവർക്ക് വലിയൊരു ആനന്ദമായി എപ്പോഴും. ദൈവമക്കളെ, നീ സമ്പത്തുണ്ടെങ്കിൽ ആനന്ദം കിട്ടില്ല. നീ എന്ത് ശേഖരിച്ചാലും നിനക്ക് ആനന്ദം കിട്ടില്ല. പക്ഷെ നിന്റെ ചങ്കിൽ ദൈവം കൂടുകൂട്ടി തുടങ്ങുമ്പോ ആർക്കും തടുക്കാൻ പറ്റാത്ത, ആർക്കും കെടുത്താൻ പറ്റാത്ത ആനന്ദം നിന്റെ ഹൃദയത്തിൽ നിറയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യമായ ആനന്ദം അവർ ശിരസിൽ ചൂടും. സന്തോഷവും
ആഹ്ലാദവും അവരിൽ നിറയും. ഇങ്ങനെ നിറഞ്ഞ് കവിയുക. ഹല്ലേലൂയ. ഈ പുഴയിലൊക്കെ വെള്ളം പൊങ്ങി തുടങ്ങിയല്ലേ. പക്ഷെ അധികം മക്കൾ നമുക്കിന്ന് കുറച്ച് ആൾ കുറവുണ്ട്. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ താഴേക്ക് വെമിലിയുടെ താഴേക്ക് വെള്ളമായെന്ന് പറയുന്നത് കേട്ടു. നാളെ മിക്കവാറും വഴിയിലെല്ലാം വെള്ളമായിരിക്കും. ഹല്ലേലൂയ. അവളെ ഇതുപോലെ ഈ ആരാധനയും ശുശ്രൂഷയും കഴിയുമ്പോൾ നിന്റെ ചങ്കില്, നിന്റെ ഞരമ്പുകളില്, നിന്റെ സ്ഥിരങ്ങളിലൂടെ ഇതാ ദൈവത്തിന്റെ ആനന്ദവും ദൈവത്തിന്റെ ആഹ്ലാദവും നിറഞ്ഞു കവിയുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദുഃഖവും കേട്ട് അച്ഛൻ വചനം അച്ഛൻ സ്വന്തമായിട്ട് പറയുന്നതെന്ന് വിചാരിക്കില്ല കേട്ടോ. ബൈബിൾ നോക്കി ഒച്ചത്തിൽ വായിച്ചത് ദുഃഖവും വിലാപവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. അല്ല, എന്താ വൃത്തിയുടെ സാധനങ്ങൾ അത് രണ്ടും അല്ലേ. നെടുവീർപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ നിൽക്കുക ചില മനുഷ്യര്. നെടുവീർപ്പിട്ട് എന്താല്ലേ എപ്പോഴും ദുഃഖിച്ചായിരിക്കും. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേരുകൊണ്ട് അതിന് മരുന്ന് ഇഷ്ടം പോലെ ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന മരുന്നിന്റെ പേരാണ് ഡിപ്രഷൻ, ആന്റി ഡിപ്രസൻ ടാബ്ലറ്റ്സ്. ഇഷ്ടം പോലെ പ്രാന്ത്, ഡിപ്രഷൻ ആയിലാക്കും. ദൈവമക്കളെ, എനിക്കറിയില്ല ഒരു 10 കൊല്ലം മുമ്പ് ഡിപ്രഷൻ മരുന്ന് കഴിക്കുന്ന എത്ര പേരുണ്ടായിരുന്നു എന്തോ. ഇന്ന് മിക്കവാറും എല്ലാവർക്കും ഡിപ്രഷനാണ്. ഇല്ല കുഞ്ഞ്, മരുന്നിനാൽ സുഖപ്പെടുത്തുന്ന ഒരു രോഗമല്ലത്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞില്ലേ, സന്തോഷവും ആനന്ദവും അവരിൽ നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഡോക്ടർ, അവള് ഞാൻ കണ്ടിട്ടുള്ള കേസുകളിൽ വല്ലാത്തൊരു കേസ്. ഒരു പെൺകുട്ടി, അവള് ഡോക്ടറാ. ഈ കൊച്ചു വന്നിങ്ങനെ കരച്ചില്ല, ഭയങ്കര കരച്ചില്. നല്ല മെഡിക്കൽ സ്മാർട്ട് കൊച്ച, നല്ല പഠിക്കാനൊക്കെ നല്ല മെഡിക്കുക ഇരിക്കുന്നു. ഇപ്പം ഇത് ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ, MBBS കഴിഞ്ഞതേ ഉള്ളൂ. MBBS വേണ്ട, ഒരു ഡോക്ടറാ. വാവിട്ട് നല്ല വെറുതെ കരയുക. എന്നിട്ട് ഇവളെ എന്നോട് പറയുക, ദേഹം മുഴുവൻ വേദനയാണ്, തല മുഴുവൻ വേദന. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്നാ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കളെ ബെഞ്ചേ കിടന്ന കൂക്കം വലിച്ച് ഉറങ്ങാൻ പറ്റണം. ബെഞ്ചേ കിടന്ന കൂക്കം വലിച്ച് ഉറങ്ങാൻ പറ്റണം. ഹല്ലേലൂയ. ഒരുപാട് ഉണ്ടായിട്ട് ഉറക്കമില്ലാത്തതിലും ഭേദം ഒന്നുമില്ലെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുമെങ്കിൽ അത് വലിയ അഭിഷേകമാ മക്കളെ. നോക്കണം, ഇത് ഒത്തിരി ആയാലും സമാധാനം കെടും. ഹല്ലേലൂയ. 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 ദുഃഖവും നെടുവീർപ്പും അവരെ വിട്ടുപോകും. ഞാൻ തന്നെ നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ. ഹല്ലേലൂയ. 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 അവസാനത്തെ ഒരു വാക്യം കൂടെ വായിച്ച് ആയതുകൊണ്ട്, ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞ് എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിന്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ദൈവമക്കളും എഴുന്നേറ്റ്, ഇതാ കർത്താവിന്റെ വചനം നിന്റെ അധരങ്ങളിലോ, നീ കർത്താവിന്റെ കൈകളുടെ തണലിൽ നീ ആയിരിക്കുന്നു. കർത്താവിന്റെ കരം നിന്റെ സംരക്ഷണമാവുന്നു. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച മക്കള്, ഇതാ കർത്താവ് നിന്റെ മേൽ കൃപ ചൊരിയുന്നു. ഇതാ കർത്താവ് നിന്റെ മേൽ അഭിഷേകം ചൊരിയുന്നു. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഇന്നലകളിൽ ചെയ്തതിലോ ഉന്നതമായ ഒരു കാര്യം ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. രോഗപീഠങ്ങൾ വേദനിക്കുന്നവര്, ദുഃഖിക്കുന്നവര്, നിരാശപ്പെടുന്നവര്, സങ്കടപ്പെടുന്നവര് അത്ഭുതകരമായ സന്തോഷം നിറയട്ടെ, സമാധാനം നിറയട്ടെ, ആനന്ദം നിറയട്ടെ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ